നമസ്കാരം, മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. മാനുഷിക വിപത്ത് ഭയന്ന് അമേരിക്കയും മറ്റും ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്നൊരു അപേക്ഷ മുന്നോട്ട് വച്ചുവെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ബന്ദികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനുമേൽ വർദ്ധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു. റാഫേൽ അഭയം തേടിയ 10 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളെ കുറിച്ചുള്ള ആശങ്കയ്ക്കിടയിലാണ് ബൈഡൻ നെതന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത്. റാഫേൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഇതൊക്കെയാണ് അവർക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് രണ്ടും നടപ്പിലാക്കാൻ വേണ്ടി രാജ്യങ്ങളൊക്കെ കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഹമാസും ഇസ്രായേലും മുൻ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 ഘട്ടമായുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 40 ദിവസം നീളുന്ന ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ ഹമാസ് വനിതാ സിവിലിയൻ ബന്ദികളെ മോചിപ്പിക്കാനാണ് നീക്കം നടത്തുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ ഗാസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും. ഈ പിന്മാറ്റം മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കുന്നതിന് കൂടുതൽ സഹായകരമായി തീരുമെന്നുമാണ് കണക്കുകൂട്ടൽ. അഭയാർത്ഥികളായ ഫലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് തിരിച്ചു വരാനും ഈ സാഹചര്യത്തിൽ അനുവദിക്കുമെന്നതും മറ്റൊരു കാര്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ ഹമാസ് ഇസ്രായേലിന് ബന്ദികളുടെ പട്ടിക കൈമാറും. ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടികയാണ് കൈമാറുക. സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇരുപക്ഷവും ഇടനിലക്കാർ മുഖേന ചർച്ച നടത്തും. ഈ സമയം സെൻട്രൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും. 6 ആഴ്ച നീളുന്ന 2ാം ഘട്ടം. ഈ ഘട്ടത്തിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ബന്ദികളെയും ഇസ്രായേലി ജയിലിലുള്ള കൂടുതൽ ഫലസ്തീനികളെയും 2ാം ഘട്ടത്തിൽ മോചിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ നിന്ന് സേനാ പിന്മാറ്റവും ഊർജിതമാക്കും. 3ാം ഘട്ടത്തിൽ ഹമാസ് ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹാവശിഷ്ടം കൈമാറും. 5 വർഷം നീളുന്ന ഗാസ പുനർനിർമ്മാണവും ഈ സമയമാണ് നടത്തുക. ഹമാസും ഇസ്രായേൽ അധികൃതരും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം ഇടയ്ക്കിടെ ഭീഷണിയും പ്രസ്താവനകളുമായി വരുന്നത് ചർച്ച തടസ്സപ്പെടുത്താനാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഹുസാം ബദ്രൻ ആരോപിക്കുകയുണ്ടായി. അതേസമയം മറ്റൊരു വിവരവും കൂടി നോക്കാം. മുസ്ലിങ്ങളുടെ 3ാമത്തെ വിശുദ്ധ ഗേഹമാണ് മസ്ജിദുൽ അക്സ. ഇവിടെ അതിക്രമിച്ചു കടന്ന് ഇസ്രായേൽ പ്രകോപനം തുടരുന്നുവെന്നാണ് ആരോപണം. 163 ഇസ്രായേലി കുടിയേറ്റക്കാർ മസ്ജിദിൽ അതിക്രമിച്ച് കടന്ന് ജൂത പ്രാർത്ഥന നടത്തി. സൈനികരുടെ പിന്തുണയിലായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസങ്ങളും ഇത്തരം സംഭവങ്ങളുണ്ടായി. തൽസ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുവാദമുള്ളത്. നിലവിൽ ഫലസ്തീനി യുവാക്കളെ ഇസ്രായേൽ സൈന്യം മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഒക്ടോബർ 7-ന് ഇസ്രായേൽ മിന്നലാക്രമണം നടത്തുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നായി ഹമാസ് വിശദീകരിച്ചത് മസ്ജിദുൽ അക്സയിലെ അതിക്രമമാണ്. 1967 അൽ-ഖുദ്സ് ഭരണകൂടത്തിന്റെ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ജോർദാൻ ഗവൺമെന്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരം വിശുദ്ധ കോമ്പൗണ്ടിൽ അമുസ്ലിം ആരാധന നിരോധിച്ചിരുന്നു. എന്നാൽ നിരോധനം ഒരു വാചകം മാത്രമാണ്. പ്രവർത്തനത്തിൽ സാഹചര്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്. അൽ-അക്സ മസ്ജിദ് വളപ്പിലേക്കുള്ള കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അൽ-ഖുദ്സിൽ നടക്കുമ്പോൾ ഭരണകൂടം അതിന്റെ രക്തരൂക്ഷിതമായ യുദ്ധ ഗാസ മുനമ്പിൽ തുടരുകയാണ്.